ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് വെക്കാറുണ്ട്. പക്ഷെ അതെല്ലാം മടി കാരണം നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേടാനായിട്ടുള്ള ടിപ്സാണ് പറയുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ ബുക്കിൽ നിന്ന് അടിസ്ഥാനപ്പെട്ടാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞ് ബ്രെയിൻ ട്രേസിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അതായത് നമ്മൾ പല കാര്യങ്ങളും തള്ളി വെക്കാറുണ്ട്. അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാവും. അതിനെ നമ്മൾ ഫ്രോഗ് എന്ന് വിളിക്കും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഫ്രോഗിനെ ആദ്യം തന്നെ തിന്നുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഭയമാണ് ഇപ്പോൾ ഒരാളോട് സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വലിയ നമുക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ടൊന്ന് തോന്നുന്ന സാധനമൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സാധനത്തിനെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പല ടെക്നിക്സുകൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പരേറ്റോ പ്രിൻസിപ്പിൾ, 80-20 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. പാർക്കിൻസൺസ് ലോ എന്നൊരു ലോ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. എനിക്ക് ആക്ച്വലി മണിക്കൂറോളം ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. പക്ഷെ വളരെ ചുരുക്കി ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 20 പോയിന്റ് പറഞ്ഞ് നിർത്താം. അപ്പോൾ ഈറ്റ് ദാറ്റ് ഫ്രോഗിൻ്റെ അകത്ത് ബ്രെയിൻ ട്രേസി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നാണ്. നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീർച്ചപ്പെടുത്തണം. വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദിശ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിൽ എനിക്ക് പഠിക്കാൻ ഉണ്ട് എന്നുള്ളതല്ല തീരുമാനം. അതായത് ഇത്ര ദിവസത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ലക്ഷ്യം വേണം എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത്, ഇത് പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. അതായത് പഠിച്ചില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറയും, എനിക്ക് അടുത്ത ലെവലിലോട്ട് പോവില്ല എന്നുള്ള ഒരു എൻ പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് മനസ്സിലാക്കാതിരുന്നാൽ നമ്മളത് ചെയ്യില്ല. അപ്പം നമ്മൾ ആ ഒരു വലിയ കാര്യം ഇങ്ങനെ നീട്ടി വെക്കുന്നതിൻ്റെ കാര്യം എന്താ? നമ്മുടെ മടി കാരണവും ഭയവും കാരണവും. പക്ഷെ അത് നടന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ വളരെ മുന്നോടിയായിട്ട് ഇത് പ്ലാൻ ചെയ്തിരിക്കണം. അതായത് ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പദ്ധതി ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് തലേ ദിവസം രാത്രി തന്നെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. ഞാൻ എല്ലാ ദിവസവും തയ്യാറാക്കുന്നതാണ്. മുമ്പത്തെ ദിവസം തന്നെ അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പിറ്റേ ദിവസം നല്ല പ്ലാൻഡ് ആയിട്ട് തുടങ്ങാനായിട്ട് പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുക്കിയിരിക്കണം. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പുസ്തകം കാണത്തില്ല, ചിലപ്പോൾ കുറിപ്പ് കാണത്തില്ല, പേന കാണത്തില്ല. ഇതെല്ലാം ഒരുമിച്ച് അടുക്കി വയ്ക്കുക. ഞാൻ ഈ പഠിത്തം മാത്രം വെച്ച് പറയുന്നുള്ളൂ. ബിസിനസ്സിലാണെങ്കിൽ ഇത് തന്നെയാണ് റൂൾ. ഇനി 80-20 പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫലങ്ങളും 80% ഫലങ്ങളും 20% പ്രവർത്തനങ്ങളിൽ നിന്നാണ് വരുന്നത്. അതായത് 20% നമ്മൾ തിരിച്ചറിയണം. ഏത് ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഉള്ള ഒരാൾക്ക് അവരുടെ വരുമാനം വരുന്നത് ഒരു 20% ക്ലയൻസിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ 20% ഏരിയയിൽ നിന്നായിരിക്കും. അതിനെ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഒരു വിദ്യാർത്ഥിക്ക് 80% മാർക്ക് നേടുന്നതും 20% വിഷയങ്ങളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ 20% ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ കൂടുതൽ പ്രിപ്പയർ ചെയ്താൽ ആ കുട്ടിക്ക് കൂടുതൽ മാർക്ക് നേടാനായിട്ട് പറ്റും. ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസുകൾ കണ്ടെത്തുകയും അത് പഠിക്കുകയും ആ ചാപ്റ്ററുകളിൽ മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്ക് നേടാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ റിസൾട്ട് 80% നിൽക്കുന്നത് 20% എന്നുള്ളതാണ് ഈ 80-20 പ്രിൻസിപ്പിൾ പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരു കാര്യം വളരെ ചെയ്യാൻ പാടാണ്, നിങ്ങൾ വൈകി വെച്ചേക്കോണം. പക്ഷെ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്നില്ല, അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി അത് ആദ്യം തീർക്കാനായിട്ട് നോക്കുക. അങ്ങനെ അപ്പോൾ അതിനായിട്ട് ഇതിനകത്ത് പറയുന്ന ഒരു മെത്തേഡാണ് ABCD മെത്തേഡ്. ABCD മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ ജോലികൾക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ മുൻഗണന നൽകണം. A എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് A. അതായത് ഞാനില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് A. B എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ കുറച്ച് സമയം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. C എന്ന് പറഞ്ഞാൽ ചെയ്യാമെങ്കിലും തീർച്ചയില്ലാത്ത കാര്യങ്ങളാണ് C. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ നിങ്ങളല്ലെങ്കിലും വേറൊരാൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് C. D എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഇമെയിൽ അയക്കാനായിട്ടുള്ള ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളെടുത്ത് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് നമുക്ക് ആരുടെടുത്തുള്ള പറയാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ റെസ്പോൺസിബിൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് D. E എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ ബോസ് ഒരു റിപ്പോർട്ട് ചോദിച്ചു. ആ റിപ്പോർട്ട് നമ്മളല്ലാതെ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അത് A ആണ്. അത് കുറച്ച് സമയം എടുത്ത് ചെയ്താൽ മതിയെങ്കിൽ അത് B ആണ്. ഇനി ഫേസ്ബുക്കിൽ ഒരു റിപ്ലൈ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാണുന്നതോ അതെന്താണ്? E ആണ്. നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്താൽ നമ്മൾ പല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമെന്നാണ് ഈ ABCD മെത്തേഡിലൂടെ ഇത് പറയുന്നത്.
അതായത് ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഏറ്റവും ഫലപ്രദമായ ഏരിയയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ വിജയം നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മനസ്സിലാക്കി അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ ഫ്രോഗ് ഓട്ടോമാറ്റിക്കായിട്ട് തീർന്നു. നിങ്ങൾക്ക് ആ തീരേണ്ട ആ ഫ്രോഗിനെ നമ്മൾ പതുക്കെ തീർക്കാനായിട്ട് നോക്കുകയാണ്. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ലോ ഓഫ് ത്രീനെ കുറിച്ചാണ്. അതായത് 3 പ്രധാന കാര്യങ്ങൾ ആ ഒരു കാര്യത്തിനെ കണ്ടുപിടിക്കുക. അതായത് ഒരു പ്രോജക്റ്റിൻ്റെ ഒരു 3 പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തി അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാർക്കറ്റിംഗ് മീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഒരു സേവനത്തിൻ്റെ ഒരു ഗുണമേന്മ ചെക്ക് ചെയ്യുന്നതൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ആ 3 കാര്യം കണ്ടെത്തി അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്തെടുക്കേണ്ടത്. അടുത്ത ഒരു പോയിന്റിനകത്ത് പറയുന്നത് ടേക്ക് ഇറ്റ് 1 ഓയിൽ ബാരൽ അറ്റ് എ ടൈം. അതായത് ചെറിയ ഘട്ടങ്ങളായിട്ട് ഇതിനെ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വലിയ ജോലികളായിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് വായിക്കണമെന്ന് കരുതുക, അല്ലെങ്കിൽ ബുക്ക് എഴുതണമെന്ന് കരുതുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 പേജ് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം 20 പേജ് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഒരു 1000 പേജ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആദ്യമേ വിചാരിച്ചാൽ അതൊരു വലിയ ടാസ്ക്കായിട്ട് മാറും, നമുക്കതൊരു ബുദ്ധിമുട്ട് കാണും, നമ്മൾ മുന്നോട്ട് പോവില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങളുടെ വളർച്ചയെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഫ്രോഗിനെ തീർക്കുന്നതിന് അല്ലെങ്കിൽ തിന്നുന്നതിനെ തടയുന്ന കാര്യം എന്താണെന്ന് ചിന്തിക്കുക. എന്തായിരിക്കും? മടിയായിരിക്കാം, ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ റിസൾട്ട് കാണാത്തതുകൊണ്ടായിരിക്കും. അപ്പം അതിൽ ചിലപ്പോൾ സമയമില്ല എന്ന് പറയുന്ന ഒരു അവ്യക്തമായിട്ടുള്ളൊരു തടസ്സമാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കറക്റ്റായിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ രാവിലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ആ ഒരു ചെയ്യാൻ പാടുള്ള കാര്യം ആദ്യമേ ചെയ്തു തുടങ്ങുക. പിന്നെ സമയം നശിപ്പിക്കുന്ന ഈ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ധാരാളം ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക. പ്രോപ്പറായിട്ട് ടൈം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. അതിന് നമ്മളെ പോമോഡോറോ മെത്തേഡ് പറഞ്ഞതാണ്. അതായത് 20 മിനിറ്റ് ഫോക്കസ് ചെയ്ത് ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 20 മുതൽ 25 മിനിറ്റ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് 4-5 പ്രാവശ്യമൊക്കെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഓരോരോ കാര്യങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വലിയൊരു കാര്യം ചെയ്യാൻ മടിയുള്ളവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു ബുക്കാണ്. ഇതിനകത്ത് പറയുന്ന പല പോയിന്റ്സും ഞാൻ ആക്ച്വലി എഴുതി അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നൊരു ബുക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 പ്രാവശ്യങ്ങൾ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്, പക്ഷേ അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സമയത്തിന് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട്, അതായത് രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയൊക്കെ നമ്മൾ മൊബൈലൊക്കെ മാറ്റി വെച്ച് പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ചെയ്തു നോക്കി തുടങ്ങിയാൽ നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റും. നമ്മുടെ ആ സെൻസ് ഓഫ് അർജൻസി കൊണ്ടുവരണം. അതായത് നാളെയല്ല, ഇന്ന് തന്നെ ഇത് തീർക്കണം. എൻ്റെ ഈ ഒരു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം ഇന്ന് രാവിലെ ഞാൻ ആദ്യം ചെയ്യുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തുടങ്ങുക, തീർക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ പല മെത്തേഡുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെ പെട്ടെന്ന് മുന്നേറാനായിട്ട് പറ്റും. പല ആളുകൾക്കും ഇപ്പം ലേസിയാണ്, കാരണം പല ആളുകളും തെറ്റായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ സോഷ്യൽ മീഡിയയിലും അതുപോലെ പല ഈ ലേസി ആയിട്ടുള്ള പല കാര്യങ്ങളിലും സ്റ്റക്കായി പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മുന്നേറണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുകയും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെയ്യാൻ മടിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്യാവശ്യമായിട്ടുള്ള ജോലികൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അങ്ങനെ മാത്രമേ നമുക്ക് വിജയത്തിനെ കൈവരിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തു തുടങ്ങുക. അതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഗേറ്റ് വേ. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു 10-15 മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപയോഗപ്പെടുമെന്ന് എനിക്ക് കരുതിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുപോലെ ധാരാളം ബുക്സ് ഞാൻ പണ്ട് വായിക്കുമായിരുന്നു സ്ഥിരമായിട്ട്. എൻ്റെ കയ്യിൽ കുറേ ബുക്സ് ഉണ്ട്. അപ്പം ഇതുപോലുള്ള ബുക്സിൻ്റെ സമ്മറിയും അല്ലെങ്കിൽ കുറേ പോയിന്റ്സ് ഒക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബുക്കെന്ന് കമൻ്റ് ഇടുക. അതുപോലെ തന്നെ ഡോക്ടർ ഡി എന്നുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. അതിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഇപ്പം എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പഠിക്കാം, കുട്ടികൾക്ക് എങ്ങനെ മെമ്മറി ഓർത്ത് വയ്ക്കാം, അങ്ങനെയുള്ള പല ടിപ്സും ഞാൻ ആ ഒരു ആപ്പിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് മെഡിക്കൽ ടോപ്പിക്സാണ് കൂടുതലുള്ളത്. ഇതുപോലുള്ള ക്ലാസ്സുകളും ധാരാളം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.